പാർലമെന്റ് ശീതകാല സമ്മേളനം തുടരുകയാണ്. വലിയ പ്രതിഷേധം ഇപ്പോൾ സംഭൽ അവിടുത്തെ സംഘർഷത്തിൽ, അദാനിക്കെതിരായ JPC അന്വേഷണത്തിൽ, അങ്ങനെ കുറെ അധികം വിഷയങ്ങൾ ഇന്നും ഉണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. ബൽറാം, ഈ ഇന്നും അപ്പോൾ ഈ അദാനി വിഷയമൊക്കെ പ്രതിപക്ഷത്തിന് എല്ലാ കാലവും മേൽക്കൈയുള്ള വിഷയമാണ്. അപ്പോൾ അതിന് വളരെ വ്യക്തമായ ഒരു കാരണം കൂടി കിട്ടുമ്പോൾ ഇന്നും പ്രതിപക്ഷം ആ വിഷയം വിടാനിടയുണ്ടോ സഭയിൽ? ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ അദാനി വിഷയം കാലങ്ങളായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നതാണ്. പ്രധാനമന്ത്രിയുമായുള്ള അദാനിയുടെ സൗഹൃദം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു. നേരത്തെ ഹിൻഡൻബർഗ് വിഷയം 2 പാർലമെന്റ് സമ്മേളനങ്ങളിൽ പ്രക്ഷുബ്ധമാക്കിയതാണ്. ഇത്തവണ ഈ ഒരു കേസ് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത ആയുധമാക്കി മാറ്റുകയാണ്. അതും ഇന്ത്യയിൽ നടന്ന അഴിമതിയിൽ അമേരിക്കയിൽ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം, അത് ഒരു പ്രധാന ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് സഭയുടെ ആദ്യ ദിനം തന്നെ വ്യക്തമായിരുന്നു. ആദ്യ ദിനം നിമിഷങ്ങൾക്കകം തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സമ്പൽ, വിലക്കയറ്റം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധങ്ങളായുണ്ട് എങ്കിലും മൂർച്ചയേറിയ ആയുധമായി അദാനി വിഷയം തന്നെ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം, പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ. ഇന്ന് രാവിലെ 10 മണിക്ക് പാർലമെന്റിലെ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. മറ്റേതെങ്കിലും വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടോ, ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ തീരുമാനിക്കും. പ്രധാനമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് വിഷയം, വയനാട്ടിലെ കേന്ദ്ര സഹായം എന്ന വിഷയവും ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനം ഇന്ത്യ സഖ്യത്തിനുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള UDF LDF MP മാർക്ക് ഉണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നും സഭയിൽ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള തീരുമാനം ഉണ്ട്. ഈ വിഷയം എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മാത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ആലോചനയാണ് കോൺഗ്രസിന് ഉള്ളത്. പ്രിയങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വയനാട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തന്ത്രം എന്നുള്ളത്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ബില്ലുകൾ, അതിൽ ഏറ്റവും പ്രധാനമായത് വഖഫ് നിയമ ഭേദഗതി തന്നെയാണ്. ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള JPCയുടെ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ സമർപ്പിക്കാൻ സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലിന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് അതിനായി യോഗം ചേരുന്നുണ്ട് JPCയുടെ. വൈകിട്ട് 3:30 ചേരുന്ന യോഗത്തിൽ ഇതോടുകൂടി തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരു തീരുമാനമാണ് സമിതി അധ്യക്ഷനുള്ളത്. എന്നാൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. ഹഷ്മി, ക്രിസ്റ്റീന.